ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകികോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായുള്ളോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ള ഒരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യതനാദിയും. സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിൽ എന്തതിനാൽ ഫലം.
ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ വന്യസന്തപ്തലോഹസ്താംബുബിന്ദുരാം സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാതകളത്രാദി സംഗമ മിത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാതർ പെരുവഴി അമ്പലം തന്നിലെ താതരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയു മിത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഗന്ധൃണ മൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ മാതാപിതാ ഭ്രാതുമിത്ര സഹികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു ഭൂമാൻ ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും ക്രോധം മൂലം ഋണ സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം. ഓം നമഃ ശിവായ. ഭാരതീയ ഇതിഹാസ കാവ്യമായ രാമായണത്തിലെ അതിപ്രധാനമായ ഭാഗമായ ലക്ഷ്മണോപദേശത്തിലെ ഏതാനും വരികളാണ് നാം ഇപ്പോൾ ശ്രമിച്ചത്. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപാകുലനായ ലക്ഷ്മണനെ ജീവിതത്തിന്റെ നശ്വരത വ്യക്തമാക്കി ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നു. ഭൗതിക ജീവിത സുഖങ്ങളെല്ലാം ക്ഷണപ്രഭചഞ്ചലമാണെന്നും വഴിയാത്രക്കാർ വരിയമ്പലങ്ങളിൽ ഒത്തുകൂടി പിരിയും പോലെയാണ് കുടുംബജീവിതമെന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. സുഖങ്ങളെല്ലാം സ്വപ്നതുല്യമാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന ക്രോധത്തെ ത്യജിക്കേണ്ടത് അത്യാവശ്യമാണ്. ത്രിഭുവനത്തെയും ഹനിക്കാൻ ശക്തിയുള്ള ക്രോധം ബന്ധങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. അതിനാൽ ക്രോധത്തെ നശിപ്പിക്കാനായി ഏകാന്ത ചേതസ്സോടുകൂടി വിദ്യ അഭ്യസിക്കണമെന്നും ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ ഉപദേശം നൽകുന്നു. ക്രോധാവേശനായ അനുജന് സ്നേഹവാത്സല്യത്തോടെയുള്ള ഉപദേശാമൃതമാണ് ഭഗവാൻ നൽകുന്നത്. ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സമയത്ത് മുതിർന്നവരുടെ സംയോജിതമായ ഇടപെടലിലൂടെ അവർക്കെല്ലാം പരിഹാരം കണ്ടെത്താനാവുമെന്ന സത്യമാണ് ശ്രീരാമ ഭഗവാന്റെ മനഃശാസ്ത്രപരമായ ഈ ഉപദേശ വചനങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ഓം നമഃ ശിവായ.